മലയാളികൾ ഓരോ ദിവസവും കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു സീരിയൽ തന്നെയാണ് ഉപ്പും മുളകും. വളരെ അപ്രതീക്ഷിതമായി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലെത്തിയ ഈ സീരിയൽ വളരെ പെട്ടെന്നായിരുന്നു പ്രേക്ഷകരുടെ പിന്തുണ നേടിയത്. ഓരോ കാലം കഴിയുന്തോറും, മാസം കൂടുന്തോറും, വർഷം കൂടുന്തോറും കഥാപാത്രങ്ങൾ മാറി, അതിലെ കുട്ടികൾ വളർന്നു. ഇപ്പോൾ കഥയും കഥാപശ്ചാത്തലവുമെല്ലാം വളരെയധികം മാറിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം തനിക്കെല്ലാം നൽകിയ ഉപ്പും മുളകിൽ നിന്ന് താൻ ഇപ്പോൾ വിട പറയുകയാണ് എന്നാണ് ഇപ്പോൾ ഗൗരി പറയുന്നത്. ഒരു സമയത്ത് ഉപ്പും മുളകിൻ്റെ ഏറ്റവും പ്രധാന കഥാപാത്രമായിരുന്ന നീലുവും ബാലുവും ഒരുമിച്ചിറങ്ങിയതിലൂടെ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു സീരിയലായി മാറുകയും ചെയ്തിരുന്നു ഉപ്പും മുളക്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പടിയിറക്കം കൂടി സംഭവിക്കുന്നത്. വീണ്ടും ഉപ്പും മുളകിൽ പടിയിറക്കം സംഭവിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യുകയാണ്. നീലവും ബാലുവും ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അന്ന് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീടാണ് കാര്യമെല്ലാം അറിഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്താണ് കാര്യം? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ കരിയർ ഗ്രോത്തിന് വേണ്ടിയും തൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയും തൻ്റെ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്ക് വേണ്ടിയുമാണ് താനിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്. യാതൊരു ആഗ്രഹവുമില്ലാതെയാണ് ഇറങ്ങുന്നത്. എന്നാൽ ഇത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഇന്ന് ഷൂട്ടിംഗ് സെറ്റിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന് തന്നെയാണ് ഞാൻ യാത്ര പറഞ്ഞത്. നമ്മളൊരു വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴോ നമ്മളൊരു കോളേജ് കാലഘട്ടത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോഴോ ഒക്കെ നമുക്ക് തോന്നില്ലേ ആ ഒരു സങ്കടം? അതിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിലൂടെ തന്നെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടി ഗൗരി ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. മാമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പോൾ ലച്ചുവാണ് കൂടുതലും അങ്ങനെ വിളിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. ലച്ചുവിൻ്റെ മകൾ അവിടെ മാമി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് കേട്ടാണ് ഇപ്പോൾ എല്ലാവരും ഗൗരിയുടെ കഥാപാത്രത്തെ അങ്ങനെ വിളിക്കുന്നത്. സ്നേഹത്തോടെയാണ് എല്ലാവരും ഗൗരിയെ ഇത്രയും നാളും കണ്ടത്. ആദ്യം ഒക്കെ കഥാപാത്രങ്ങൾ മാറി മറിഞ്ഞതിൻ്റെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകർ അത് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പ്രേക്ഷകർ ഗൗരിയുടെ ഓരോ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും ഏറ്റെടുത്തു തുടങ്ങി. ദച്ചുവിനോടൊപ്പവും അതുപോലെ ഏത് സമയവും പാറുക്കുട്ടിയോടൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറുകയും അവിടെ ആ വീട്ടിലെ ഒരു പ്രധാനിയായി മാറുകയും ചെയ്തു. അതോടെ കുട്ടികൾക്കിടയിൽ ഗൗരിയും വളർന്നു. അങ്ങനെ ആ കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. 2 വർഷമായി താഴെ വയ്ക്കാതെ പ്രേക്ഷകർ കൊണ്ടു നടന്നൊരു കഥാപാത്രം തന്നെയാണ്. അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു പേജ് കൂടിയാണ് ഗൗരി ഉണ്ണിമായ എന്ന ഈ താരത്തിൻ്റെ പേജ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഇൻസ്റ്റഗ്രാമിലൂടെ എത്തി ഇക്കാര്യത്തെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയത്. അതിലൂടെ തന്നെ പറയണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും നടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.